ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് നോമ്പറക്കാൻ പോയിരുന്നിട്ട് ഞങ്ങൾ. അപ്പോൾ അന്നെടുത്ത കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്യട്ടോ. അപ്പോൾ ഇതാ ഞാൻ രാവിലെ 11-12 മണിയൊക്കെ ആയിക്കിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ആങ്ങളുടെ വീട്ടിലേക്ക് ഒരുപാട് പോകാനൊന്നും ഇല്ല കേട്ടോ. നമ്മളെ വീട് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പ് തന്നെ കേട്ടോ ആങ്ങളുടെ വീട് വരുന്നത്. അപ്പോൾ ഞാൻ പോയപ്പോൾ അവിടെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നാത്തൂൻസും അനിയത്തിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചിക്കൻ കഴുകൽ, പിന്നെ പത്തിരിക്ക് പൊടി വാട്ടൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദാ നാത്തൂൻസ് ചിക്കനൊക്കെ കഴുകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മന്തി ആട്ടോ ഉണ്ടാക്കുന്നത്. മന്തി, പിന്നെ കട്ട്ലേറ്റ്, എന്താ പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സമൂസ അങ്ങനത്തെ ഒക്കെ ഓർഡർ ചെയ്യുന്നതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരിപ്പോൾ തന്നെ മന്തിയിലേക്കുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ കട്ട്ലേറ്റിലേക്കുള്ള സവാളയും കാര്യങ്ങളും എല്ലാം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും അവരുടെ കൂടെ കൂടി പിന്നെ നമ്മളെ ഫോണൊക്കെ വീഡിയോ എടുക്കാനൊക്കെ ആളെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ ചിക്കനും നമ്മളെ കട്ട്ലേറ്റിലേക്കുള്ള ചിക്കനും പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ കുക്കറിലിട്ടിട്ട് വേവിക്കുക ചെയ്യണം കേട്ടോ. രണ്ടും കൂടെ ഒരുമിച്ചിട്ടിട്ട് തന്നെ വേവിക്കുന്നത്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാൻ താഴ്ത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയായിട്ട് ചെയ്യണത്. അങ്ങനെ ഇനിയിപ്പോൾ മന്തിയിലേക്ക് നമുക്ക് ഇതുപോലെ മസാല ഒന്ന് പൊട്ടി വെക്കണം. അപ്പോൾ ഞാനിതാ പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ക്യാപ്സിക്കം കട്ട് ചെയ്തത്, അതുപോലെ തന്നെ മാഗി ക്യൂബ്, നമ്മൾ മന്തിയിലേക്കുള്ള സംഭവങ്ങളില്ലേ അതൊക്കെ ഇട്ടിട്ടൊന്ന് കുഴച്ച് വെക്കാൻ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഇത് ഒരു 1-1.5 മണിക്കൂർ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഇത്തിരി കളറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജീരകം, അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം ഇട്ടിട്ടാണ് കുഴച്ചൊക്കെയായിട്ട് ചെയ്യുന്നത്. അപ്പം അതവിടെ ഇരുന്ന് മസാല പിടിച്ചോളും. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ നമ്മളെ കട്ട്ലേറ്റൊക്കെയുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾ സവാള കട്ട് ചെയ്തത് പിന്നെ നല്ലിട്ട് വാട്ടി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് പച്ചമുളക് എല്ലാം ഇട്ടിട്ട് തന്നെ ഇട്ട് വാട്ടണത്. ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ ചിക്കൻ ചേർത്ത് കൊടുത്തു. മല്ലിയില, പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ തന്നെ കുരുമുളക് അതൊക്കെ ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ ഫില്ലിംഗ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചിക്കനൊക്കെ 1.5 മണിക്കൂറൊക്കെ നമ്മൾ വെച്ചതിന് ശേഷം തന്നെ കേട്ടോ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു മന്തിയുടെ. അങ്ങനെ ചിക്കൻ അവിടെ വെന്ത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ അതിലേക്കുള്ള റൈസും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്ത് സ്റ്റൗവിൽ ഇതുപോലത്തെ നമ്മളെ സ്റ്റൗവിൽ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വിറകടുപ്പ് അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ എല്ലാവരും കൂടുമ്പോഴൊക്കെ ഇങ്ങനെ സ്റ്റൗവിലാണ് കത്തിക്കുക. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെക്കല്, ഇങ്ങനെ പുറത്ത് വെച്ചിട്ടാണ് ചെയ്യൽ. അങ്ങനെ അപ്പോൾ അവിടെ റൈസ് വേവുണ്ട്. ഇവിടെ പത്തിരി അങ്ങനത്തെ കാര്യങ്ങൾ റെഡിയാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ അത് ആങ്ങളുടെ മോളാട്ടോ, മൂത്ത കാക്കാൻ്റെ മോളാണ്. അവൾക്ക് ഇഷ്ടമായിട്ട് കട്ട്ലേറ്റ് ഇങ്ങനെ ഷേപ്പാക്കാനൊക്കെ. അപ്പോൾ അവൾ വേഗം വന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇപ്പോൾ അവൾ പിന്നെ കട്ട്ലേറ്റൊക്കെ ഷേപ്പാക്കിയിട്ടുണ്ട്. ഒരടുപ്പിൽ എണ്ണ തൂക്കിയിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇത് മക്കൾ നല്ല പണിയിലാട്ടോ 2 പേരും. അപ്പോൾ അങ്ങനെ പൊടിയേ കഴിഞ്ഞാ പരിപാടി? നീറ്റാളെ അവിടുന്ന്. അപ്പോൾ നമ്മളെ മന്തിയിലേക്കുള്ള റൈസ് വേവുന്ന ടൈമിലാണ് ഞാൻ ഇതൊക്കെ വന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് കട്ട്ലേറ്റ് ഷേപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അനിയത്തി അപ്പം തന്നെ അവിടെ ഫ്രൈ ചെയ്യണമുണ്ട് കേട്ടോ. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് അപ്പം തന്നെ അവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെയൊക്കെ അപ്പോൾ ആ പണി വേഗം കഴിയുമല്ലോ. അപ്പോൾ അത്യാവശ്യം അധികം കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഉണ്ടായിരുന്നു കട്ട്ലേറ്റ്. അപ്പം നേരത്തെ തന്നെ ഒരുങ്ങിയതാണ് ഉണ്ടാക്കാൻ. അപ്പം മക്കൾക്ക് എല്ലാവർക്കും ഫേവറേറ്റ് സാധനം കേട്ടോ ഈ കട്ട്ലേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ചധികം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഇനിയിപ്പോൾ ഇതാ പിന്നെ ചെറിയ മക്കൾസൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഓരോ ക്ലാസ് എടുത്ത് കൊടുക്കട്ടെ. എൻ്റെ മൂന്നാമത്തെ ആങ്ങളാണ് കേട്ടോ അത്. അവന് ബാംഗ്ലൂർ ഉസ്താദാണ്. അപ്പോൾ അവന് പോവും. ഒന്ന് നോമ്പുറപ്പിക്കൽ കഴിഞ്ഞ് പിറ്റേന്ന് അവൻ പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് പിന്നെ നോമ്പുറപ്പിക്കൽ വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അതിൻ്റെ തലേന്ന് തറവാട്ടിൽ നോമ്പുറപ്പിക്കലുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. അങ്ങനെ അപ്പോൾ ഒരു പോകണം, അവൻ്റെ ഫാമിലിയും പോകണം, പിന്നെ അവൻ്റെ ഭാര്യയും കുട്ടികളൊക്കെ പോകണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ നോമ്പുറപ്പിക്കൽ അവിടെ വെച്ചായിരുന്നു ആങ്ങളുടെ അവിടെ. അങ്ങനെ അതൊക്കെ നമ്മൾ ഇവിടെ ഞങ്ങളെല്ലാവരും ഫേവറേറ്റാണ് ഈ സാധനം. ഇതില്ലാതെ ഞങ്ങൾക്ക് നോമ്പ് തോറില്ലല്ലേ. എല്ലാ വർഷവും ഞങ്ങളോട് നോമ്പർപ്പിക്കലുണ്ടാവുന്ന സംഭവമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവം. അപ്പോൾ ഈ ടൈമിൽ തന്നെ നമ്മൾ റൈസൊക്കെ വെന്തിട്ട് ഞാൻ മന്തിയൊക്കെ ദമ്മിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പിന്നെ കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഇതാ പിന്നെ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന ടൈമൊക്കെ ആയിട്ടുണ്ടാകും കേട്ടോ. വൈകുന്നേരം 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കൽ, വെള്ളം കലക്കൽ, പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടഞ്ഞുള്ളത്. മറ്റുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം കലക്കൽ, ജ്യൂസ് അടിക്കൽ അങ്ങനെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വെള്ളം കലക്കാനും നമ്മളതിന് പൈനാപ്പിളിന് ലൈമായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. പൈനാപ്പിൾ വെച്ചിട്ട് പിന്നെ അധികം നമ്മൾ പൈനാപ്പിൾ ചേർക്കാതെ ഒരു ലൈം രൂപത്തിൽ അങ്ങനെ അടിച്ചെടുക്കുക ചെയ്ത്. പിന്നെ നമ്മൾ എന്താ പറയുക ഷമാമ് ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ അപ്പോൾ ജ്യൂസും വെള്ളം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നോമ്പെടുക്കാനൊക്കെ ആയി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ യാസീനൊക്കെ ഓതി ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി യാസീനൊക്കെ ഓതി പിന്നെ ദുആ ചെയ്ത് ഞങ്ങളെല്ലാവരും ആമീനൊക്കെ പറഞ്ഞു. നമ്മൾ നോമ്പ് തുറയുടെ ബർക്കത്തുണ്ടാവാനും ഫുഡിലും കാര്യങ്ങളൊക്കെ ബർക്കത്തുണ്ടാകാനൊക്കെ ദുആ ചെയ്ത് മരിച്ചു പോയവർക്കൊക്കെ പ്രത്യേകിച്ച് ദുആ ചെയ്ത് ഉപ്പാക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് ദുആ ചെയ്തു. അങ്ങനെയൊക്കെ അതിന് ശേഷം കുറച്ച് ടൈം ഉണ്ടായിരുന്നു കേട്ടോ വാങ്ങി കൊടുക്കാൻ. എല്ലാവരും കൂടി സുബ്ഹാനല്ലാഹൊക്കെ ചൊല്ലി അങ്ങനെ കുറച്ചൊക്കെ ടൈം ഉണ്ടായിരുന്നു. ബാങ്ക് കൊടുത്തു. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.